നമസ്കാരം. ഞാൻ കോട്ടാത്തല സുമേഷ് പറങ്കി. പ്രിയ പറങ്കി സ്നേഹികളെ, കഴിഞ്ഞ ദിവസത്തെ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള കളി നിങ്ങൾ കണ്ടു കാണുമല്ലോ. കളി കണ്ട് ബോധം പോയതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. റൗണ്ട് ഓഫ് 60 നിന്ന് പുറത്തായ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന 5ാമത്തെ ടീമാണ് ഫ്രാൻസ്. അതായത് റൊണാൾഡോൻ്റെ അരുമ ശിഷ്യൻ എംബാപ്പയുടെ ടീം. ആ എംബാപ്പയെ നമ്മൾ ചതിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മുഴുവൻ സപ്പോർട്ടും ഇംഗ്ലണ്ടിന് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുകയാണ് ഫൈസ. നമ്മൾ ഏത് ടീമിനെ പിന്തുണച്ചാലും ഒരു തോറ്റ് തിന്നമ്പാട് തന്നെ. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ആ മാർക്ക് കളിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ മെസ്സി മാഫിയയുടെ കനത്ത കൂടോത്ര പ്രയോഗങ്ങൾ ഇതിലുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കളിയിൽ സ്പെയിൻ ഫ്രാൻസിന് എന്തോ കലക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് സ്പാനിഷ് മാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഫൊയ്സ. എന്നാലും അർജന്റീനയ്ക്കെതിരെയുള്ള എല്ലാ ടീമിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നാണക്കേടല്ലേ? എന്തിനങ്ങനെയൊക്കെ ചിന്തിക്കണം? നാണം, മാനം, ഉളുപ്പ് ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ നാണക്കേടിൻ്റെ അളവ് കുറയ്ക്കാനുള്ള പദ്ധതികളാണ് ഞാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അരകൾക്കെതിരെയുള്ള എല്ലാ ടീമുകളും നമ്മുടെ ടീമുകളാണ്. ഫൊയ്സ. എൻ്റെ പ്ലാൻ ഇതാണ്. അരകൾക്കെതിരെ മത്സരിക്കുന്ന ഇംഗ്ലണ്ടിലെ ബെല്ലിംഗാം, അതായത് റൊണാൾഡോൻ്റെ അരുമ ശിഷ്യനും വലങ്കയുമായിട്ടുള്ള ബെല്ലിംഗാം അടിക്കുന്ന ഓരോ ഗോളുകളും റൊണാൾഡോൻ്റെ പേരും പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് അടിച്ചെടുക്കണം. അങ്ങനെ വരുമ്പോൾ മെസ്സി മാഫിയ സമ്മർദ്ദത്തിലാവുകയും ഡിപ്രഷനിലോട്ട് പോകാൻ സാധ്യതയുമുണ്ട്. ഇത് മതി അടുത്ത വേൾഡ് കപ്പ് വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ. ഫൊയ്സ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ചോർത്താനായിട്ട് അരകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവരെ ഒഴിവാക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ അരക്രമി എന്നൊരു പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കുക, പ്രവർത്തനം സജീവമാക്കുക. മാക്സിമം ഇംഗ്ലണ്ടിൻ്റെ ജേഴ്സി ഒപ്പിച്ച് ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ടും തോൽക്കുകയാണെങ്കിൽ നമുക്ക് സ്പെയിനിനെ സപ്പോർട്ട് ചെയ്യാം. ഫൊയ്സ. ഫ്ലക്സ് മേടിച്ച് കട്ടൗട്ട് മേടിച്ച് കയ്യിലെ പൈസയും പോയി. പൈസ.